കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രോടേം സ്പീക്കറാക്കുന്നതിൽ പ്രതിഷേധം പാർലമെന്ററി കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള നടപടി പ്രതിഷേധാർഹമെന്ന് മുഖ്യമന്ത്രി. ഡൽഹി മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി. ജാമ്യത്തിനെതിരായ ഇഡി ഹർജിയിൽ വിധി പറയുന്നത് മാറ്റി. കേസ് പരിഗണിക്കുന്നത് ജൂൺ 25 വരെ. കെജ്രിവാൾ ജയിലിൽ തുടരും. നെറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ വിറ്റത് 6 ലക്ഷം രൂപ വരെ ഈടാക്കിയെന്ന് CBI. പേപ്പർ ചോർന്നത് പരീക്ഷയ്ക്ക് 48 മണിക്കൂർ മുൻപ് ഡാർക്ക് വെബിലും ടെലഗ്രാമിലും അടക്കം വിൽപ്പന നടന്നതായും കണ്ടെത്തൽ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. മുഖ്യമന്ത്രിയെ വീണ്ടും അധിക്ഷേപിച്ച കെ സുധാകരൻ. പിണറായി വിജയൻ ദുർഭൂതമെന്ന പരാമർശം. തിരുത്തൽ തുടങ്ങേണ്ടത് പിണറായിയിൽ നിന്ന്. MV ഗോവിന്ദൻ പിണറായിയുടെ പണപ്പെട്ടി സൂക്ഷിപ്പുകാരനായി തരം താഴ്ന്നുവെന്നും സുധാകരൻ. സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിക്കുന്നു. തക്കാളിക്കും ബീൻസിനും പൊള്ളുന്ന വില. വിലക്കയറ്റത്തിന് കാരണം പുറത്തുനിന്നുള്ള പച്ചക്കറി വരവ് കുറഞ്ഞതെന്ന് കർഷകർ. +1 സീറ്റ് പ്രതിസന്ധിയിൽ ഇന്നും പ്രതിഷേധം. മലപ്പുറത്തും കോഴിക്കോടും RDD ഓഫീസിലേക്ക് MSF മാർച്ച്. പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷം. യൂറോ കപ്പിൽ ഇന്ന് സ്ലോവാക്യ യുക്രൈൻ പോരാട്ടം. 9:30 ഓസ്ട്രിയ പോളണ്ടിനെ നേരിടും. ഫ്രാൻസും നെതർലാൻഡ്സും പുലർച്ചെ ഇറങ്ങും. കോപ്പ അമേരിക്കയിലെ ആദ്യ മത്സരത്തിൽ കാനഡയ്ക്കെതിരെ അർജന്റീനയ്ക്ക് ഇരട്ട ഗോൾ ജയം. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാളിന് ജാമ്യമില്ല. റോസ് അവന്യൂ കോടതി നൽകിയ ജാമ്യം ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഉണ്ണികൃഷ്ണനോട് വിശദാംശങ്ങൾ നൽകുന്നതിനായി. ഉണ്ണി, കെജ്രിവാൾ എപ്പോൾ പുറത്തിറങ്ങും എന്ന് എല്ലാവരും നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷേ വീണ്ടും